കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു വ്യഭിചാരം എങ്ങനെ പാപമാകും. അപ്പൊ അതിന്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ ഉള്ളതായിട്ട് ഞാൻ വിശദീകരിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം നമ്മൾ മനസ്സുകൊണ്ട് വ്യഭിചരിക്കുന്നു അല്ലെ ശരീരം കൊണ്ട് വ്യഭിചരിക്കുന്നു, അത്രയും നമ്മൾ മനസ്സുകൊണ്ട് ആരെയാണോ ഭാവന ചെയ്യുന്നത് ആ ഭാവനയിലൂടെ അവരിലുള്ള ആ നെഗറ്റീവ് ശക്തികൾ നമ്മളിലേക്ക് ഷെയർ ആകും. അങ്ങനെ നമ്മളിലുള്ള നെഗറ്റിവിറ്റി അത്ര കണ്ട് കൂടി വരും. അപ്പൊ ഇങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അതിൽ ഒന്ന് രണ്ട് പേര് എന്നോട് സംശയം ചോദിച്ചത്, അത് സ്ത്രീകളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മളെ കണ്ടും കൊണ്ട് അല്ലെ നമ്മുടെ മനസ്സിൽ ഭാവന ചെയ്തും കൊണ്ട് വേറൊരു ആള് സ്വയം ഭോഗം ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ നെഗറ്റീവുകൾ ഷെയർ ആകും എന്ന് പറഞ്ഞല്ലോ. ഈ മനസ്സുകൊണ്ടുള്ള ഈ ഇതിലാണ് നെഗറ്റീവ് ഷെയർ ആകുന്നതെന്ന് പറഞ്ഞു. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള മ്ലേച്ഛ പരിപാടികളിലൂടെ പോസിറ്റീവ് ശക്തികൾ ഷെയർ പോകില്ല. അവര് ദൈവത്തിന്റെ നിയമപ്രകാരം വ്യവസ്ഥ പ്രകാരം പോകുന്ന വ്യക്തികളിലെ അല്ലെങ്കിൽ ആ രീതിയിലെ പോസിറ്റീവ് ഷെയർ ആവുള്ളൂ. ഉദാഹരണം പറഞ്ഞ നിയമപരമായിട്ടുള്ള വിവാഹം, സ്നേഹബന്ധത്തിലൂടെ നടക്കുന്ന അറിയാലോ മാനസിക അടുപ്പത്തിലൂടെ വരുന്ന വിവാഹം, അങ്ങനെയൊക്കെ ഉള്ള ഇപ്പൊ ലവ് മാരേജ് ആണ് ഈ പറഞ്ഞത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ശരിക്കും പ്രകൃതിയുടെ വ്യവസ്ഥയ്ക്കനുസരിച്ചുള്ള മാനസിക സ്നേഹത്താൽ മാനസിക അടുപ്പത്താൽ ഒരു ഐക്യം വന്നിട്ടുള്ള ശാരീരിക ബന്ധം അങ്ങനെ വരുന്ന ഇതിൽ മാത്രമേ പോസിറ്റീവ് ശക്തികൾ ഷെയർ ആവുകയുള്ളൂ. ഒരിക്കലും താൽക്കാലിക സുഖത്തിന് വേണ്ടി ചെയ്യുന്ന ഈ സ്വയംഭോഗമോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ലൈംഗിക ബന്ധങ്ങളിലൊന്നും പോസിറ്റീവ് ശക്തികൾ ഷെയർ ആവൂല. ഈ പേരും പറഞ്ഞ് ഈ കിട്ടിയ അവസരം വെച്ച് നെഗറ്റീവ് ശക്തികൾ ഷെയർ ആവും. അപ്പൊ അങ്ങനെ വരുമ്പോ ചോദിച്ച ചോദ്യം വെച്ചിട്ട് ഇപ്പൊ സ്ത്രീകളെ മനസ്സിൽ കണ്ടും കൊണ്ട് പുരുഷന്മാർ ഇങ്ങനെയൊക്കെ ചെയ്യുമല്ലോ, സ്വയംഭോഗമൊക്കെ ചെയ്യുമല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോ ആ പുരുഷന്റെ നെഗറ്റീവും ഈ സ്ത്രീയിലേക്ക് ഷെയർ ആകുമോ? സ്ത്രീ അവിടെ തെറ്റ് ചെയ്യാത്തത് കാരണം ദൈവം സ്ത്രീയെ പ്രൊട്ടക്ട് ചെയ്യും. ആ നെഗറ്റീവ് ഇങ്ങോട്ട് വരില്ല. പക്ഷെ ഈ സ്ത്രീയിലുള്ള നെഗറ്റീവ് തെറ്റ് ചെയ്യുന്ന പുരുഷനിലേക്ക് ഷെയർ ആവും. പക്ഷെ അവിടെ ഇങ്ങോട്ട് വരില്ല. കാരണം അവിടെ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് പ്രകൃതിയാൽ കൃപയാൽ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടൊരു പ്രൊട്ടക്ഷൻ കിട്ടും. എന്നാൽ അതിനും ചില വ്യവസ്ഥകളുണ്ട്. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഈ പുരുഷന്മാർക്ക് ഈ പ്രകൃതിയുടെ വ്യവസ്ഥ പ്രകാരം ആ സൃഷ്ടിയാൽ ആ പുരുഷന്മാർക്ക് കാമം ഉത്തേജനം വരുന്നത് കാഴ്ചയിലൂടെയും അത് കണ്ട് മനസ്സുകൊണ്ട് അല്ലെങ്കിൽ കണ്ട് ആസ്വദിക്കുന്ന കാഴ്ച കിട്ടുന്ന ആ സമയത്ത് തന്നെ പുരുഷന്മാർക്ക് ലൈംഗിക ചിന്തകൾ വരും. അടിസ്ഥാനപരമായി സ്ത്രീകൾക്ക് അങ്ങനെയല്ല. ഏതെങ്കിലും ഒരു പുരുഷനോട് പ്രത്യേക ഇഷ്ടമോ സ്നേഹമോ തോന്നുന്നുണ്ടെങ്കിൽ മാത്രമേ ആ ലൈംഗിക ഉത്തേജനം വരുള്ളൂ. പുരുഷന്മാർക്ക് അങ്ങനെയല്ല. കാണുന്ന കൊള്ളാം എന്ന് തോന്നുന്നിടത്തെല്ലാം ഈ ചിന്ത വരും. അങ്ങനെയാണ് പുരുഷന്റെ സൃഷ്ടി. സ്ത്രീകളുടെ സൃഷ്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പൊ അങ്ങനെ വരുമ്പോ സ്ത്രീകൾ പുരുഷന്മാരെ ആകർഷിക്കത്തക്ക രീതിയിൽ വസ്ത്രധാരണമോ മറ്റ് എന്തെങ്കിലും വേഷത്തിലൊക്കെ എന്തെങ്കിലും ഇപ്പം ആകർഷിക്കുന്ന ലെവലിലുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലോ. പല രീതിയിലുള്ള മുഖകാന്തി വർദ്ധിപ്പിക്കുന്നതും നോട്ടവും ഇങ്ങനെയൊക്കെ സ്ത്രീകളിൽ എന്തെങ്കിലും പുരുഷന്മാരെ ആകർഷിക്കത്തക്ക രീതിയിൽ സ്ത്രീ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ആ സ്ത്രീയുടെ ആകർഷണത്തിൽ ഈ പുരുഷൻ ആ ഒരു ചിന്ത വരികയും ആ പുരുഷൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ മനസ്സുകൊണ്ട് വിഭജിക്കുകയും ചെയ്താൽ സ്ത്രീയുടെ ഭാഗത്തും പ്രകൃതി തെറ്റായി കണ്ടും കൊണ്ട് കുറെ നെഗറ്റീവ്സ് ഇങ്ങോട്ടും ഷെയർ ആകും. അതിന് മാറ്റമൊന്നുമില്ല. പക്ഷെ ഈ സ്ത്രീ അതാണ് ഉദ്ദേശം. ഇപ്പൊ പുരുഷന്മാർ എന്നെ കാണണം, എന്നെ നോക്കണം എന്ന രീതിയിലാണ് വസ്ത്രത്തിലോ ശരീരത്തിലോ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് പോകുന്നതെങ്കിൽ ഇത് പുറമെ ആർക്കും അറിയാൻ പറ്റൂല. നമ്മുടെ ഉള്ളിലൂടെ ഇതെല്ലാം തിരിച്ചറിയുന്ന അദൃശ്യ ശക്തികൾക്കും അല്ലെങ്കിൽ സൃഷ്ടാവ ദൈവത്തിനൊക്കെ ഇത് അറിയാൻ പറ്റും. നെഗറ്റീവ് ശക്തികൾക്ക് അറിയാൻ പറ്റും. പക്ഷെ ഒരു സ്ത്രീയും അത് അംഗീകരിക്കില്ല. ഇപ്പൊ നമുക്കും പുറമെ നിന്ന് കണ്ടും അത് ഇതുകൊണ്ടാണ് ഇങ്ങനെയാണ് മനസ്സിലിരിപ്പെന്ന് പറയാനും പറ്റില്ല. ഞാൻ ഇങ്ങനെ പോകുന്നു, ഞാൻ ആരും മൈൻഡ് ചെയ്യുന്നില്ല, ഇത് എന്റെ ഇഷ്ടം എന്റെ സൗകര്യം എന്നൊക്കെ ഈ കാലഘട്ടത്തിൽ പറയുന്നുണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ള് തിരിച്ചറിയാവുന്ന ദൈവത്തിന് ഇതറിയാം. ഈ ഉള്ളിന്റെ ഉള്ള് മനസ്സിലാക്കിയാണ് ഈ നെഗറ്റീവ് ഷെയറും ആകുന്നത്. അപ്പം അതുകൊണ്ടാണ് ഈ മുസ്ലിം നിയമത്തിലൊക്കെ സ്ത്രീകൾ പർദ്ദയിട്ട് നടക്കണം എന്നൊക്കെ പറയുന്നതിന്റെ മെയിൻ കാരണം ഇപ്പൊ കാണാൻ കൊള്ളാവുന്ന സ്ത്രീകളെ കണ്ടാൽ എന്തായാലും ആ പുരുഷന് കാഴ്ചയിൽ ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യും. ഇതുകൊണ്ടാണ് ഈ കോളേജിലും സ്കൂളിലൊക്കെ ഭയങ്കരമായ പ്രേമവും കാര്യങ്ങളൊക്കെ വരുന്നതിന്റെ കാരണമേ ഈ ഭംഗി നോക്കി അട്രാക്ട് ആയിട്ട് വരുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ സ്ത്രീകൾക്ക് തിരിച്ചങ്ങോട്ട് വരുന്നത് പുരുഷനിൽ സ്ത്രീക്ക് ആകർഷണം തോന്നി ഒരു ഇഷ്ടം തോന്നുമ്പോൾ സ്ത്രീക്ക് അങ്ങോട്ട് തോന്നും. അപ്പൊ ഇഷ്ടം വരുത്തിക്കാൻ വേണ്ടി പുരുഷന്റെ ഭാഗത്തുനിന്ന് ചില ഷോയും ഇല്ലെങ്കിൽ ചില പ്രകടനങ്ങളൊക്കെ പുരുഷനും കാണിക്കും. അങ്ങനെ കാണിച്ച് ഒരു സ്ത്രീയുടെ മനസ്സിനെ ഇളക്കുന്നുണ്ടെങ്കിൽ ആ പുരുഷനും തെറ്റാണ്. ഇപ്പൊ നമ്മൾ ഈ കാലഘട്ടത്തിൽ കാണുന്ന സിനിമ
ഇല്ലെങ്കിൽ ഇങ്ങനെയല്ല ബോഡി പ്രദർശനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ നമുക്ക് അറിയാമല്ലോ. ഇപ്പം ഫാഷൻ ഷോയിലുള്ളവരും അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കുന്നവരെന്ന് വെച്ചാൽ ഇപ്പൊ ഉടുപ്പൊന്നും ഇടൂല, 6 പാക്ക് 8 പാക്ക് ഇങ്ങനെയൊക്കെ കാണിച്ച് പുറമെ ഷോ കാണിച്ച്, ഈ ഷോ കംപ്ലീറ്റും നെഗറ്റീവിനെ ബൂസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ നെഗറ്റീവ് ശക്തികൾക്ക് ഇതറിയാം. ഇപ്പൊ ഒരു സ്ത്രീയെ എങ്ങനെ വഴിതെറ്റിക്കണം, പുരുഷനെ എങ്ങനെ വഴിതെറ്റിക്കണം, അതിന് എന്തൊക്കെ കാണിച്ചാൽ അവർ തമ്മിൽ മനസ്സുകൊണ്ട് വഴിതെറ്റും എന്ന് ഈ നെഗറ്റീവ് ശക്തികൾക്ക് അറിയാം. അപ്പൊ അവർ മാക്സിമം ഇങ്ങനെയുള്ള ലെവലിൽ പുരുഷനെയോ സ്ത്രീയോ ഒന്ന് ഷോ കാണിപ്പിച്ച് ഇളക്കി പരസ്പരം മനസ്സുകൊണ്ട് തെറ്റിക്കുന്നു. ഇതാണ് നെഗറ്റീവ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ കർമ്മം തെറ്റിയതിന്റെ ഫലമായിട്ട് ദൈവത്തിൽ നിന്നുള്ള ശിക്ഷയുടെ ശക്തികൾ ഈ രണ്ടു കൂട്ടരെയും ശിക്ഷിക്കേണ്ടി വരും. കർമ്മഫലം അനുഭവിച്ച് തീർക്കണ്ടേ, ഇല്ലെങ്കിൽ തീരില്ല, ബാലൻസ് ആകില്ലല്ലോ. അപ്പൊ ഇത് അറിഞ്ഞുകൊണ്ട് നെഗറ്റീവ് ശക്തികൾ നമ്മുടെ മനസ്സിനെ പ്രേരിപ്പിച്ചും കൊണ്ട് ഈ കാലഘട്ടത്തിൽ അത് ഭയങ്കരമായി വർദ്ധിച്ചിരിക്കുകയാണ്. ഇപ്പൊ വസ്ത്രം തന്നെ, ഇങ്ങനത്തെ വസ്ത്രം ഇടുന്നത് ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യമാണ്. അതിൽ പുരുഷനും പറയും ഇങ്ങനത്തെ വസ്ത്രം ഇടുന്നത് എന്റെ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ്, സ്വാതന്ത്ര്യം തന്നെ ശരി തന്നെ, കുഴപ്പമൊന്നുമില്ല, അതിനാർക്കും പ്രശ്നവുമില്ല. പക്ഷെ ഈ ഭാഗത്ത് വരുന്ന നെഗറ്റിവിറ്റി കൂടിക്കൂടി വരുമ്പോൾ പ്രകൃതി ബാലൻസ് ചെയ്യുമ്പോൾ അതിന് വരട്ട് വരുന്ന കഷ്ടങ്ങളും കൂടി രണ്ടു കൂട്ടരും ഭാവിയിൽ അനുഭവിക്കേണ്ടി വരും. അല്ലാതെ ദൈവത്തിന് പ്രശ്നമൊന്നുമില്ല. ഇത് ബാലൻസ് ചെയ്യാനുള്ളത് മറ്റു ശക്തികൾ ചെയ്യിപ്പിച്ചോളും. അപ്പൊ അപ്പോൾ കിടന്ന് കരഞ്ഞു വിളിക്കരുത്. ചിലപ്പോൾ സ്വന്തം മക്കളിലൂടെ അച്ഛനും അമ്മയും ഒരു കാലത്ത് കാണിച്ചതിന്റെ ഫലം മക്കള് അതിനപ്പുറം കാണിച്ചായിരിക്കും ഇതിന്റെ കർമ്മഫലം അനുഭവിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പല രീതിയിലും ഭാവിയിൽ അല്ലെ ഇതിന്റെ പുറത്ത് വരുന്ന പ്രശ്നങ്ങളും കൂടി അനുഭവിക്കാനുള്ള മനസ്സ് ഉണ്ടായിരിക്കണം. അല്ലാതെ ഇത് പാടില്ല എന്നൊന്നൊരു സാധനമില്ല. അത് ഞാൻ ഈ പറയുന്നത് പോലെ ദൈവത്തിന്റെ ആ പോസിറ്റീവിന്റെ ഹൈ ലെവലിലേക്ക് പോകേണ്ട ഒരു വ്യക്തിയാണ് ഇങ്ങനെ തെറ്റിപ്പോകുന്നതെങ്കിൽ, ആകർഷിച്ചും അല്ലെങ്കിൽ ആകർഷിപ്പിച്ചും ഒക്കെ തെറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയും കർമ്മഫലം ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറെ കഷ്ടം കൂടുതൽ അനുഭവിക്കേണ്ടി വരും. അത്ര വലിയ ഹൈയിലല്ലെങ്കിൽ അത്ര അനുഭവിച്ചാൽ മതി. ഇനി നെഗറ്റീവിലോട്ട് പോകേണ്ട വ്യക്തികളാണെങ്കിൽ എങ്ങനെ ജീവിച്ചാലോ എങ്ങനെ നടന്നാലോ ഒരു പ്രശ്നമില്ല, അവർ നെഗറ്റീവിലോട്ട് പോകുള്ളൂ. മരണശേഷമുള്ള കാര്യം പിന്നെ. പക്ഷെ ഈ കാലഘട്ടത്തിൽ ദൈവം പറയുന്നു ഈ ജന്മങ്ങൾ അധികം ഇല്ലല്ലോ. എന്നാൽ ജന്മം ഇല്ല എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇല്ലെന്നല്ല, ഈ അറിവ് കിട്ടുന്നവർക്കാണ് അടുത്ത ജന്മം ഇല്ലാത്തത്. ഇല്ലെങ്കിൽ 350 വർഷത്തോളം ഇനി ഉണ്ടല്ലോ. അറിവ് കിട്ടാത്തവർക്ക് അടുത്ത ജന്മത്തിൽ അറിവ് കൊടുക്കും. ഇപ്പൊ ഈ ജന്മത്തിൽ അറിവ് കിട്ടിയില്ല, ഇപ്പൊ എന്റെ മെസ്സേജ് അല്ലെങ്കിൽ ഇതേപോലെ സൃഷ്ടാവാൻ ദൈവത്തിന്റെ ശരിയും തെറ്റും പറയുന്ന അനേകം ആൾക്കാരുണ്ട് ഇപ്പം. അപ്പൊ അവരിലൂടെയൊന്നും ഈ വിധ അറിവുകൾ കിട്ടാതെ ചിലപ്പോൾ യൂട്യൂബിലൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കേൾക്കൂല. കംപ്ലീറ്റും ഭൗതിക മറ്റേ ഷോയും അട്ടാസവും അതൊക്കെ കണ്ട് ആസ്വദിച്ചു പോകുന്ന ഒരുപാട് തലമുറകളുണ്ട്. ഈ കാര്യം ഈ വിധ കാര്യങ്ങളെ കേൾക്കാൻ താല്പര്യമില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അടുത്ത ജന്മം കൊടുക്കും. കാര്യം ഇത് കേൾപ്പിക്കണമല്ലോ. അപ്പൊ അവർ അടുത്ത ജന്മത്തെ കേൾക്കും. പക്ഷെ അവരും ഇത് കേട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ കർമ്മഫലം അനുഭവിക്കാതെ എന്ന് രക്ഷപ്പെടൂല. അപ്പൊ അവരും പോസിറ്റീവിലേക്ക് പോകേണ്ട ആത്മാക്കൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തിരിച്ചറിയാതെ മൈൻഡ് ചെയ്യാതെ പോകുന്നുണ്ടെങ്കിൽ പോലും അവർക്കും ഈ കഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും. അപ്പൊ മരണശേഷം അവർക്കത് പിടികിട്ടും. ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു, ഒന്നും അറിയാതെ പോയോണ്ടാണല്ലോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഇനി നീ പോയി അറിഞ്ഞിട്ട് വാ എന്ന രീതിയിൽ അടുത്ത ജന്മത്തിലൂടെ വരും. അപ്പൊ അടുത്ത ജന്മത്തിൽ അവരിതൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങും. അപ്പം ആരും ഇതിൽ നിന്ന് രക്ഷപ്പെടൂല. എല്ലാ മനുഷ്യജന്മങ്ങളെയും ഇതെല്ലാം അറിയിക്കും. ഈ അറിയിപ്പ് കിട്ടിയിരിക്കും. അപ്പൊ ഈ കാലഘട്ടത്ത് ഈ വിധ കാര്യങ്ങൾ ആരൊക്കെ അറിയുന്നു അവർക്കൊന്നും ഇനി അടുത്ത ജന്മങ്ങളില്ല. അറിഞ്ഞ കാര്യങ്ങൾ ഭൂമിയിൽ വെച്ച് തന്നെ കർമ്മഫലം അളർന്ന് ബാലൻസ് ആക്കി മോക്ഷത്തിലേക്ക് കൊണ്ടുപോകും. മോക്ഷം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ മൃഗങ്ങൾക്ക് വരെ മോക്ഷമുണ്ട്. എന്താണ് ജന്മമോക്ഷം. അതേപോലെ നിങ്ങൾക്ക് മോക്ഷമുണ്ട്. എങ്ങനെ പോസിറ്റീവിന്റെ ഹൈ പോവേണ്ടത് അങ്ങോട്ട്, കുറച്ചുകൂടെ ലോയിൽ പോയിട്ട് ഇങ്ങോർക്ക്. ഇനി ഇതെല്ലാം കേട്ട് മനസ്സിലാക്കി ഇതിലൊന്നും എനിക്ക് താല്പര്യമില്ല, എല്ലാം കേട്ടു മനസ്സിലായി, പക്ഷെ ഇങ്ങനെയൊന്നും അല്ല പിന്നെ എന്നൊക്കെ പറഞ്ഞ് കളിച്ചും ചിരിച്ചും പുച്ഛിച്ചും, അല്ലെങ്കിൽ ചില ക്രിസ്ത്യൻസ് ഉണ്ട് പലരെന്നെ വിളിച്ച് അത് യേശു ഞങ്ങൾക്കുള്ളതുകൊണ്ട് ഒന്നും വിഷയമല്ല എന്ന് പറഞ്ഞ് അല്ലെ യേശുവിന്റെ തലയിൽ വെച്ച് രക്ഷപ്പെടുന്ന ചില ക്രിസ്ത്യാനികളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ അത് കടുത്ത കഷ്ടങ്ങളാണ് ഈ ഭൂമിയിൽ വരാൻ പോകുന്നത്. കാരണം ദൈവം ഒരു നല്ലൊരു കാര്യം വെച്ചിട്ടും അതിനെ മുതലെടുത്തും കൊണ്ട് തോന്നിയതുപോലെ ജീവിക്കുന്നവർക്ക് അതിഭയങ്കര കഷ്ടങ്ങളായിരിക്കും. അപ്പൊ അതൊക്കെ ഇനി ഭൂമിയിൽ ഈ അറിയിപ്പ് അല്ലെങ്കിൽ ഈ അറിവ് കിട്ടിയവർക്കൊക്കെ ഇവിടെ ബാലൻസായി അനുഭവിച്ച് തീർക്കേണ്ടി വരും. അപ്പൊ എന്റെ അടുത്ത് ചിലർ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞു, അപ്പം മനസ്സുകൊണ്ട് വ്യഭിചരിച്ചു അല്ലെ ശരീരം കൊണ്ട് വ്യഭിചരിച്ചു പോയി, പക്ഷെ ഇപ്പോഴാണ് ഇതിന്റെ പിന്നിൽ ഇത്രയും നെഗറ്റിവിറ്റി കയറും എന്നൊക്കെ മനസ്സിലായത്. അപ്പൊ ഇനി ഞങ്ങൾ എന്ത് ചെയ്യും, പ്രായച്ചിത്തമില്ലേ എന്നൊക്കെ ചിലർ ചോദിച്ചിട്ടുണ്ട്. പ്രായച്ചിത്തം ഉണ്ട്, ഒറ്റ പ്രായച്ചിത്തമേ ഉള്ളൂ. അറിവില്ലാതെ പറ്റിപ്പോയി എന്ന് സൃഷ്ടാവാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് കരഞ്ഞ് ക്ഷമ ചോദിച്ചാൽ ദൈവം ഇതിൽ നിന്ന് ഇളവ് തരും. വേറെ വഴിയൊന്നുമില്ല. എന്നിട്ട് ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് പറഞ്ഞല്ലോ, ഇപ്പൊ ജന്മനാൽ നല്ല നെഗറ്റിവിറ്റി കാമ ചിന്തയിൽ ഇപ്പൊ മാതാപിതാക്കൾക്ക് ഭയങ്കരമായ കാമം ഉണ്ടെങ്കിൽ മക്കൾക്ക് അതിനനുസരിച്ച് കാമം ഉണ്ടായിരിക്കും. ജന്മനാൽ അവർക്ക് കാമചിന്ത കൂടുതലായിരിക്കും. കാരണം നെഗറ്റീവ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വന്നിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ ശ്രമിക്കുക, ദൈവത്തോട് തന്നെ പ്രാർത്ഥിക്കുക. ആ മനസ്സ്, ആ ഒരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു ഫീൽ അതൊക്കെ എനിക്ക് കുറച്ച് തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് വരുമ്പോൾ ഇത് കുറഞ്ഞു വരും.
കാരണം പ്രകൃതി അല്ലെങ്കിൽ ആ ദൈവം അങ്ങനെയൊന്നുമല്ല. നമ്മുടെ മനസ്സും നമ്മുടെ സിറ്റുവേഷനും നമ്മുടെ ബലഹീനതയൊക്കെ ദൈവത്തിന് അറിയാം. അപ്പം ദൈവത്തോട് പ്രാർത്ഥിക്കുക, ക്ഷമ ചോദിക്കുക, ശ്രമിക്കുക. അപ്പോൾ കുറഞ്ഞു വരും. പക്ഷെ എവിടെയൊക്കെ നമ്മൾ തെറ്റുന്നു അത്രയും നെഗറ്റിവിറ്റി നമ്മളിലേക്ക് വരും എന്ന് തിരിച്ചറിയണം. ഇപ്പം ജീവിതത്തിൽ വരുന്ന ചില കഷ്ടങ്ങളും പ്രശ്നങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് വിവാഹ ജീവിതത്തിന് ശേഷം ഭയങ്കരമായ വിഷയങ്ങൾ, പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെ പലതും അനുഭവിക്കുമ്പോൾ ഈ പണ്ട് കല്യാണം കഴിക്കുന്നതിന് മുന്നമേ അല്ലെങ്കിൽ കല്യാണം കഴിച്ചതിന് ശേഷം അറിവില്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്തതിന്റെ ഫലവും കൂടി ഇതിന്റെ അകത്ത് ഉണ്ടെന്ന് തിരിച്ചറിയുക. മാക്സിമം നമ്മൾ ശ്രമിച്ച് ക്ലിയർ ആയാൽ അത്രയും നമ്മുടെ പ്യൂരിഫിക്കേഷൻ അല്ലെങ്കിൽ തീയിലൂടെയുള്ള നമ്മളെ പഠിപ്പിക്കുന്ന രീതിയിൽ വളരെ കുറവ് വരും. പക്ഷെ നമ്മളിപ്പോ തെറ്റ് ചെയ്താലും ശരി ചെയ്തില്ലേലും ശരി നമ്മൾ പോസിറ്റീവിലേക്ക് പോകേണ്ട ആത്മാവാണെങ്കിൽ പ്രകൃതി നമ്മളെ ആ കർമ്മഫലം അനുഭവിപ്പിച്ച് എന്നെ കൊണ്ടുപോയിരിക്കും. ഇത് പ്രകൃതിക്ക് നമ്മളെ ആത്മാവിനെ ആവശ്യമുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ദൈവത്തിന് നമ്മുടെ ആത്മാവിനെ പോസിറ്റീവിലേക്ക് ആവശ്യമുണ്ട്. അത് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ കഴുകി വൃത്തിയാക്കി ശുദ്ധീകരിച്ച് കൊണ്ടുപോയിരിക്കും. അപ്പൊ ആ സമയത്ത് വരുന്ന കഷ്ടങ്ങൾ ഇതൊക്കെ കൊണ്ടാണ് എന്ന ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതിനാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഇനി അതിന് മുന്നത്തെ മെസ്സേജിൽ ഞാൻ ഈ സ്വപ്ന വ്യാഖ്യാനത്തെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ പലരും പല രീതിയിലുള്ള സ്വപ്നങ്ങൾ സ്ഥിരമായി കാണുന്ന ചില സ്വപ്നങ്ങൾ എന്റെ അടുത്ത് പറയുന്നുണ്ട്. ഇതിൽ പ്രധാനമായും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സ്വപ്നം കാണിച്ചു തരുന്ന അല്ലെങ്കിൽ ദർശനങ്ങൾ കാണിച്ചു തരുന്നത് അവരുടെ ജീവിത രീതിയും അവരുടെ ആത്മീയ വളർച്ചയ്ക്ക് അനുസരിച്ചാണ് ഓരോ കാര്യങ്ങൾ കാണിച്ചിരുന്നത്. അപ്പൊ എനിക്ക് അടിസ്ഥാനപരമായ ചില കാര്യങ്ങളെ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യം പറഞ്ഞുതരാം. ഇപ്പം ഭയങ്കരമായ വെള്ളപ്പൊക്കം. ആ വെള്ളപ്പൊക്കത്തിൽ നമ്മൾ ഓടി 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 രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷെ വെള്ളം നമ്മളെ മൂടുന്നു, നമ്മളും വെള്ളത്തിൽ കിടന്ന് മുങ്ങി മരിക്കുന്നു എന്ന് കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ദൈവകോപം അല്ലെങ്കിൽ ദൈവത്തിന്റെ ശിക്ഷിച്ച് പഠിപ്പിക്കുന്ന ഒരു പ്രക്രിയ ഈ ഭൂമിയിലുണ്ട്. അപ്പൊ ആ ഒരു പ്രക്രിയയിൽ നമ്മൾ ഇപ്പോഴത്തെ പോക്കനുസരിച്ച്, ഇപ്പോഴത്തെ പോക്കെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ജീവിത രീതിയും ഇപ്പോഴത്തെ നമ്മുടെ ശരി അനുസരിച്ച് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ദൈവം കൊണ്ടുവരുന്ന ശിക്ഷിച്ച് പഠിപ്പിക്കുന്ന ആ ഒരു കോപത്തിൽ, അതാണ് വെള്ളം എന്ന് കാണിച്ചിരുന്നത് ശിക്ഷിച്ച് പഠിപ്പിക്കുന്ന കോപമാണ്, ആ ഒരു പ്രക്രിയയാണ്. അതേസമയം തീയായിട്ട് കാണിച്ചിരുന്നത് പഠിപ്പിക്കാനൊന്നുമില്ല, നശിപ്പിക്കുന്നു, ആത്മാക്കളെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നു, ഇത്രയേ ഉള്ളൂ. ആണ് തീ, ശിക്ഷയാണ്, അത് പൂർണ്ണ ശിക്ഷയാണ്. മറ്റൊന്നല്ല, ശിക്ഷിച്ച് പഠിപ്പിക്കുന്നു. അച്ഛൻ മക്കളെ പഠിപ്പിക്കുന്നത് പോലെ കടുത്ത രീതിയിലുള്ള ചില ശിക്ഷകളിലൂടെയൊക്കെ പഠിപ്പിക്കുന്നു എന്നതാണ് ഈ വെള്ളം കൊണ്ടുള്ള നാശം കാണിച്ചിരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മളതിൽ നമ്മൾ മുങ്ങിച്ചാകുന്നു എന്ന് കണ്ട അതിനർത്ഥം ആ ഒരു പരീക്ഷണത്തിൽ നമ്മൾ തോറ്റുപോകും എന്നാണ് കാണിച്ചിരുന്നത്. അതേസമയം അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെടുന്നു. ഒരുപാട് ആൾക്കാർ അതിലൊക്കെ മുങ്ങി മരിക്കുന്നു. പക്ഷെ നമ്മൾ രക്ഷപ്പെടുന്നു. നമ്മൾ എങ്ങനെയൊക്കെയോ ആരൊക്കെയോ ഏതൊക്കെയോ നിമിത്തത്തിലൂടെയൊക്കെ എങ്ങനെയൊക്കെയോ നമ്മൾ രക്ഷപ്പെടുന്നു എന്ന് കാണിച്ചാൽ അതിനർത്ഥം നിങ്ങൾക്ക് വരുന്ന ഈ പരീക്ഷണങ്ങളിൽ നിങ്ങൾ ജയിച്ചിരിക്കും, നിങ്ങളെ ദൈവം രക്ഷിച്ചിരിക്കും. പ്ലാൻ അങ്ങനെയാണ് എന്ന് നേരത്തെ മുൻകൂട്ടി കാണിച്ചിരുന്നതാണ്. അപ്പൊ എന്തിനാണ് കാണിച്ചിരുന്നത്? ചില പരീക്ഷണങ്ങളോ പ്രശ്നങ്ങളോ വിഷയങ്ങളോ വരുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ മരിച്ചു പോകും, നമ്മൾ മുങ്ങിപ്പോകും, അല്ലെങ്കിൽ നമ്മളുടെ എല്ലാം തീർന്നു എന്ന് വിചാരിക്കും. പക്ഷെ ഏതൊക്കെ വഴിയിലൂടെ ചില നിമിത്തങ്ങളിലൂടെ ഇതെല്ലാം പരിഹരിച്ച് നിങ്ങളെ ദൈവം തന്നെ ഉയർത്തിക്കൊണ്ടുവരും. അങ്ങനെയാണ് പ്ലാൻ എന്ന് കാണിച്ചു തരുന്നതാണ്. ഇനി ചിലര് അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ ടോയ്ലറ്റ് കാണുന്നു, പബ്ലിക്കായിട്ട് മലമൂത്ര വിസർജനം ചെയ്യുന്നതായിട്ട് കാണുന്നു. അല്ലെങ്കിൽ തന്നെ ചിലർ പറയുന്നു ഒരുപാട് മലമൂത്ര വിസർജനം ഇങ്ങനെ ചെയ്യുന്നതായിട്ട് കാണിച്ചിരുന്നു. എത്ര പോയിട്ടും ഒരുപാട് അങ്ങ് തീരുന്നില്ല, അത്രയും മലവും ഒക്കെ ഇങ്ങനെ പോകുന്നതായിട്ട് കാണിച്ചിരുന്നു. അപ്പൊ ഇതെന്താണ്? ഈ മലമൂത്ര വിസർജനം എന്ന് പറഞ്ഞ് ദൈവം കാണിച്ചിരുന്നത് നമ്മളിലുള്ള നെഗറ്റിവിറ്റിയാണ്. ചിലപ്പോൾ നമ്മുടെ സ്വഭാവമായിരിക്കാം, ഇല്ല നമ്മുടെ ചില നെഗറ്റീവ് പ്രവൃത്തികളായിരിക്കാം, നമ്മളിലുള്ള മ്ലേച്ഛത, വൃത്തികേട്, ഇതൊക്കെയാണ് ദൈവം ഈ രീതിയിൽ ഇൻഫർമേഷനായിട്ട് തരുന്നത്. അപ്പൊ ഇതിൽ നിന്ന് ഓരോരുത്തരുടെ രീതിയും അവരുടെ ജീവിതവും ഒക്കെ വെച്ച് അവർ കണ്ടുപിടിച്ചെടുക്കേണ്ട കേസാണ്. അടിസ്ഥാനം ഇതാണ്, നെഗറ്റിവിറ്റി, നമ്മളിലുള്ള നെഗറ്റിവിറ്റി. പബ്ലിക്കായിട്ട് നമ്മളിങ്ങനെ പോകുന്നു പറഞ്ഞാൽ പബ്ലിക്കിന്റെ മുന്നിൽ നമ്മൾ നെഗറ്റിവിറ്റി, നമ്മളുടെ വൃത്തികേടുകൾ പബ്ലിക്കിന്റെ മുമ്പിൽ നമ്മൾ നാണം കെടുത്തുന്നു, നമ്മളെ നാണം കെടുത്തുന്നു എന്ന് മനസ്സിലാക്കുക. ഒരുപാട് ഇങ്ങനെ പോകുന്നു, എത്ര പോയിട്ടും തൃപ്തി വരും അല്ലെങ്കിൽ തീരുന്നില്ല എന്ന് കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, നമ്മളിൽ അത്രയും നെഗറ്റീവ് ഉണ്ട്, അത്രയും പോകാനുണ്ട്, നമ്മളിൽ നിന്ന് ഒരുപാട് നെഗറ്റീവ് പുറന്തള്ളി പോകാനുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ സ്വപ്നത്തിലൂടെയൊക്കെ പലതൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ഇപ്പൊ എല്ലാവർക്കും ഒരേപോലെയല്ല. ഞാൻ പ്രധാന രണ്ട് അടിസ്ഥാനം പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ളവര് വാട്സാപ്പിലോ വല്ലതും കണ്ടത് ജസ്റ്റ് പറഞ്ഞു വിട്ടാൽ അവർക്ക് വേണ്ടത് ഞാൻ ജസ്റ്റ് പറഞ്ഞു കൊടുക്കാം. പക്ഷെ നിങ്ങൾ ആദ്യം എന്റെ മെസ്സേജ് എല്ലാം നേരെ കേട്ട് മനസ്സിലാക്കി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ഇതൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്യാൻ. എന്തെങ്കിലും കേട്ടു കണ്ടു ഉടനെ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ മെസ്സേജിലൊക്കെ പോയി പലതും നിങ്ങൾ മനസ്സിലാക്കാനുണ്ടെന്ന് പറഞ്ഞ് ഞാൻ അവരെ അങ്ങോട്ടേ വിടുള്ളൂ. കാരണം ഓരോ വ്യക്തിക്കും ഞാൻ ഈ മെസ്സേജിലൂടെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഓരോരുത്തർക്കും വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കാൻ ഉള്ള സമയം എനിക്കില്ല.
അത്രയും ഒരുപാട് മണിക്കൂറുകൾ എടുക്കും. അപ്പം എന്റെ മെസ്സേജുകൾ കേൾക്കുന്നവർ മാക്സിമം എന്റെ മുൻ മെസ്സേജുകളെല്ലാം നല്ല രീതിയിൽ കേട്ട് മനസ്സിലാക്കിയിട്ട് വേണം എനിക്ക് ചില കമന്റുകളൊക്കെ വിടാൻ. ഈ സ്വപ്ന വ്യാഖ്യാനം ഒക്കെ അങ്ങനെയാണ്. ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നവർക്ക് ഇതൊക്കെ കണ്ട് നിങ്ങൾക്ക് തന്നെ ഏതാണ്ട് പിടികിട്ടും. കാരണം ഞാൻ അടിസ്ഥാന മർമ്മങ്ങളൊക്കെ പറഞ്ഞിരുന്നുണ്ട്. പിന്നെ 1-2 ചോദ്യങ്ങൾ വന്നത്, ഇപ്പൊ ഹസ്ബൻഡ് ആണെങ്കിലും ഇങ്ങനെയുള്ള ഇപ്പം ബ്ലൂ ഫിലിം കാണിക്കൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അറിയാലോ മ്ലേച്ഛത, സെക്സിന്റെ ചിന്ത, ഭയങ്കരമായ കാമ ചിന്ത കൂടി വന്നിട്ട് ഈ കാണിക്കുന്ന വൃത്തികെട്ട പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇതിനൊക്കെ ഈ ഭാര്യമാരെ പ്രേരിപ്പിച്ചാൽ ഈ ഭാര്യമാർക്കും നെഗറ്റിവിറ്റി കൂടില്ലേ? നമ്മുടെ മനസ്സ് ദൈവത്തിന് അറിയാം. ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് നമ്മൾ അതനുസരിച്ച് നമ്മളും കൂടി ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് തൃപ്തി ആയിട്ടാണ് പുള്ളിയുടെ കൂടെ ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ട്, നമ്മൾ നെഗറ്റിവിറ്റി ആവും. അതേസമയം നമ്മുടെ മനസ്സ് ദൈവമേ എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ഇയാൾ ഇങ്ങനെ ആയിപ്പോയാലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നും പറഞ്ഞ് ഒരു കുടുംബ കലഹം ഒഴിവാക്കാനായി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവം പ്രൊട്ടക്ഷൻ തന്നിരിക്കും. പിന്നെ വേറൊരു കാര്യം നമ്മൾ മെയിൻ ചിന്തിക്കേണ്ടത്, നമ്മൾ സൃഷ്ടാവാൻ ദൈവമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വന്നാൽ നമ്മളെ അടുത്ത് അല്ലെങ്കിൽ ഈ പോസിറ്റീവ് നിൽക്കുന്ന ഈ ഭാര്യയുടെ അടുത്ത് ഭർത്താവിന് ഇങ്ങനെയൊന്നും പറയാനോ ചെയ്യാനോ വരില്ല. കാരണം നമ്മുടെ ഭാഗത്ത് ഒരുപാട് നെഗറ്റീവ് വേറെ ഏതൊക്കെ വഴിയിലൂടെ, ചിലപ്പോൾ പാരമ്പര്യമായിട്ടായിരിക്കാം, ചിലപ്പം നമ്മൾ പോലും അറിയാതെ ചെറുപ്രായത്തിൽ ചെയ്തതായിരിക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ അറിവിന്റെ കുറവ് കൊണ്ട് കാണിക്കുന്ന മണ്ടത്തരങ്ങളായിരിക്കാം. ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഒരുപാട് നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ഭർത്താവായിരിക്കും നമ്മളെ കൂടെ ഉള്ളത്. പുള്ളിക്ക് ഈ കാമത്തിൽ ഇങ്ങനെ കുറെ നെഗറ്റീവ് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പം നമ്മുടെ ഭാഗം മാക്സിമം പോസിറ്റീവായി വന്നാൽ ദൈവം തന്നെ പുള്ളിയുടെ സ്വഭാവവും മനസ്സും ഒക്കെ താനെ മാറ്റിത്തരും. അത് മാറ്റമൊന്നുമില്ല, ഇത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വിഷമിക്കുന്നവർ മാക്സിമം അവരുടെ രീതിയിൽ നോക്കിയിട്ട് അവർക്ക് പറ്റാവുന്ന രീതിയിൽ എവിടെയെങ്കിലൊക്കെ പോസിറ്റീവ് ആവാനുള്ളത് അവരാകുക. ഈ കാമത്തിന്റെ വിഷയം അങ്ങ് വിട്ടേക്ക്. പിന്നെ തീരെ നിവൃത്തിയില്ല, ഭയങ്കര മൃഗീയമായിട്ടുള്ള ചില 1-2 പേര് എന്തിനും അങ്ങനെ മെസ്സേജുകൾ ചെയ്യുന്നുണ്ട്. ഭയങ്കര വയലൻസി ആയിട്ട് ഈ ഭർത്താക്കന്മാർ പ്രവർത്തിക്കുന്നു എന്ന് കണ്ടാൽ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ട് രക്ഷയില്ല, മരണമേ ഉള്ളൂ മുന്നിൽ, ആത്മഹത്യയേ ഉള്ളൂ മുന്നിൽ എന്ന ലെവലിൽ ആകുന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് പോലീസിലോ വല്ല കംപ്ലൈന്റ് ചെയ്യേണ്ടി വരും എന്നും കൂടി ഞാൻ പറയുന്നു. ഓക്കെ, ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്.